ഹലോ, അലിയരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക് മേലാറ്റൂർ. ചികിത്സാ സെന്ററുകളുടെ അതിപ്രസരണം, ഇത്രയധികം ദന്താശുപത്രിയുടെ, ഇത്രയധികം ഹോസ്പിറ്റൽസിന്റെ, ഇത്രയധികം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ, ഇത്രയും ലബോറട്ടറികളുടെ, ഇത്രയധികം ഫാർമസിയുടെ ആവശ്യകത നമുക്കുണ്ടോ? എന്താണ് ഇതെല്ലാം കാണിക്കുന്നത്? ഇവിടെ ദന്താശുപത്രി ആവട്ടെ, ആശുപത്രിയായിട്ട് ഇതെല്ലാം അതിപ്രസരണം നൽകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആരോഗ്യത്തിന്റെ കുറവാണ്. മനുഷ്യൻ ആധുനിക കാലഘട്ടത്തിൽ കൂടുതൽ രോഗിയായി മാറുന്നു എന്ന ഇൻഡെക്സ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാം. അത് ഡെന്റിസ്ട്രി ആണെങ്കിലും ജനറൽ ഹെൽത്ത് ആണെങ്കിലും അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഫുഡ്, വ്യായാമം, ഗുഡ് ഹാബിറ്റ്, അൺഹെൽത്തി ഹാബിറ്റുകൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. സെഡൻറ്ററി ലൈഫ് ഒഴിവാക്കണം, എക്സസൈസ് പതിവാക്കണം, ഫുഡ് ആവശ്യത്തിനായിരിക്കണം. ഞാൻ മുമ്പൊരു വീഡിയോ പറയുന്ന പോലെ ഭക്ഷണത്തിന് അധ്വാനിക്കാത്തവന് ഭക്ഷണം നൽകരുത്, പണിയെടുക്കണം, അവനെ ഫുഡിന് അർഹതയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. മറ്റൊരു കാര്യം, മുമ്പ് ആരോഗ്യം എന്ന് പറയുന്നത്, നമുക്ക് ചികിത്സാ രൂപം എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിരുന്നില്ല? ബിസിനസ് ആയിരുന്നില്ല, വ്യവസായമായിരുന്നില്ല. മറ്റു പലചരക്ക് കച്ചവടം പോലെ, മറ്റു ഏതൊരു സാധനത്തിന്റെ കച്ചവടം പോലെ ഒരു കച്ചവടമായിരുന്നില്ല. അപ്പോ ഇന്ന് ആരോഗ്യം എന്ന് പറയുന്നത് വ്യവസായമാവുന്നു. അപ്പോ വ്യവസായമാവുമ്പോൾ അവിടെ എന്താണ് മുഖ്യം? ലാഭമാണ് മുഖ്യം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കില്ലേ? പ്രോഫിറ്റ് ഈസ് ദ കിങ്, ക്യാഷ് ഈസ് ദ കിങ്. ഇതൊക്കെയാണ് വ്യവസായത്തിന്റെ രൂപം. അപ്പോ ആശുപത്രികളുടെ അതിപ്രസരണം നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായിട്ട് ഭവിക്കണമെങ്കിൽ നമ്മളത് പ്രോപ്പർ യൂസായി ചെയ്യണം, നമ്മളത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. അതിന് നമുക്ക് എന്ത് വേണം? വിദ്യാഭ്യാസം വേണം, എഡ്യൂക്കേഷൻ വേണം. ഇപ്പൊ ബി എഡ്യൂക്കേറ്റഡ് ആൻഡ് ബി ഹെൽത്തി. Thank you all. I'm Dr. Ali Aliyerimbra's Dental Clinic, Melatur. Aliyerimbra's website, Facebook, Instagram. Thank you all.